പിന്നെ അലാ മദ്ഹബിൽ ഇമാമിൽ മുജ്തഹിദ് സജ്ജുലി അബി അബ്ദുല്ലാഹി മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു. ഇമാമിൽ മുജ്തഹിദായ ഇമാമാണ്, ഗവേഷണ കഴിവുകളുള്ള മുജ്തഹിദ് എന്ന വിശുദ്ധ ഖുർആനിൽ നിന്നും തിരു ഹദീത്തിൽ നിന്നും വിഷയങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള ആളുകൾ എന്നാണ് അതിനുള്ളതാ. അതിനെ കുറിച്ചൊക്കെ വിശാലമായി പറയുന്നുണ്ട് മുജ്തഹിദിന്റെ ഔസാഫുകളൊക്കെ. ഇനി ഫത്ലുൽ തന്നെ ഖളാഇന്റെ ബാബിലൊക്കെ ആവശ്യം വരുന്നുണ്ട്. ആരാള്? അബി അബ്ദുല്ലാഹി, അബു അബ്ദുല്ല നേരത്തെ പറഞ്ഞതാണ്, ഓമന പേരാണ്. മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു. നീ പെട്ടെന്ന് അങ്ങനെ പരിചയപ്പെടുത്തിയാണ് പറഞ്ഞു. വല്യപ്പാന്റെ പേര് ചേർത്തിട്ടാ വരണേന്ന്. അതിപ്പോ പരിചയണ്ടി പറയും. ഞാനൊക്കെ പിന്നോടൊക്കെ ചോദിച്ചു, കുട്ടിച്ച് ആരെ കുട്ടിയപ്പോ ആരെ മോനെ വയ്ക്കല്? നമ്മുടെ അൽബ്യാക്കാന്റെ മേമാക്കാന്റെ കുട്ടിയാണ് പറയും. അപ്പൊ വേഗം മനസ്സിലാവും. എന്തുകൊണ്ട്? വല്യപ്പാനെ എല്ലാവർക്കും അറിയും. ഇതിനു വേണ്ടിയിട്ട് പറയാണ്. ഇത് അങ്ങനെയാണ്. ഇനി അത് അടുത്ത് പറയുമ്പോൾ മനസ്സിലാവും വല്യപ്പാനെ പറ്റിയാണ് ആ പറഞ്ഞത്. മാഷാ അല്ലാഹ്. പിന്നെ ഇനി മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ഹബ ഇലൈഹി എന്നാണ്. അവർ പോയ ആശയങ്ങള്, അവർ പോയ റൂട്ടുണ്ടോ, ആ റൂട്ടിൽ പോകുന്നതിനാണ് മദ്ഹബ് എന്ന് പറയാൻ. അപ്പോ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പോയ റൂട്ടുണ്ട്. ആ റൂട്ടില ജന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞില്ലേ? ഫസ്റ്റ് ക്ലാസ് പറഞ്ഞല്ലോ ഇല്ലേ? പിന്നെ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പോയ ഹുക്മുകളുടെ മേലില് മസ്അലകളിൽ. ഇനി പറയട്ടെ, നമ്മളിപ്പോ പറഞ്ഞ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് എന്നാണ് കേട്ടോ. അശ്ശാഫിഈ ഇനി അത് തീർന്നിട്ടില്ല. ഇദ്രീസ് എന്ന് പറഞ്ഞത് അപ്പൊ ശരിക്കും മുഹമ്മദ് ആണ് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പേര്. വാലിദുഹു ഇദ്രീസ് അവരുടെ ഉപ്പയാകുന്നു. വഹുവ ആ ഉപ്പ ഇബ്നുൽ അബ്ബാസ് എന്നവരുടെ മകനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ല കേട്ടോ, താബിഈൽപ്പെട്ടവരാണ് അവരും. ബിൻ ഉസ്മാൻ, അവരൊക്കെ അങ്ങനെയാണ് പേരൊക്കെ. നമ്മളിപ്പോ പേര് തരില്ല ഇങ്ങനെ. നമ്മളെന്താ പേര് തരിക? ഏതെങ്കിലും ഒരു പേര് ഇല്ലപ്പോ നമ്മൾ പേര് തരില്ലേതാ? ആദ്യത്തെ കുട്ടിയുടെ ആദ്യത്തെ അക്ഷരം, രണ്ടാമത്തെ കുട്ടി രണ്ടാമത്തെ അക്ഷരം, മൂന്നാമത്തെ കുട്ടിയുടെ മൂന്നാമത്തെ അക്ഷരം. എന്നിട്ട് അതിന് എന്താ പേര്? ചതുസ്താദിന്റെ അർത്ഥം എന്ന് പറഞ്ഞാണീന്നാ. നമ്മളില്ലാത്ത നേരൊക്കെ ഉപയോഗിച്ച് തെരഞ്ഞ് മടുക്കും. പിന്നെ ഓലോട് ചോദിക്കും ഇത് അറബിയാണെങ്കിൽ അതിക്കല്ല. ഞങ്ങൾ കുട്ടികളെ പേരെ കൂടി ഇങ്ങനെ ഓർഡർ നോക്കിയപ്പോഴേ ഇന്ന് കിട്ടിയതാണ്. എങ്ങനെ കിട്ടാനാ? ഞാൻ ചോദിച്ചിട്ട് ആരും എനിക്ക് അയക്കണ്ട ഇഷ്ടല്ല. പിന്നെ പേരിന്റെ അർത്ഥം ചോദിച്ചതേ. അപ്പൊ അങ്ങനെ ചോദിച്ച് കുട്ടിയുടെ പേര്. അപ്പൊ ഞാൻ അറബിയിലേക്ക് നോക്കണതിന് ഞാൻ പറഞ്ഞ കട്ടി ഹൃദയക്കാരനാണ് കുട്ടിയുടെ പേര്. ഞാൻ പറഞ്ഞ തൽക്കാലം പേരിട്ടുണ്ടാകും. അല്ലെങ്കിലേ കടുകട്ടിയാണ് എല്ലാവരും. ഈ കുട്ടിക്ക് പേരും കൂടി ഇട്ടാ പിന്നെ കടുകട്ടിയാൻ പോണോ? പരുഷക്കാരെന്നാണ് പിന്നെ. ബാപ്പാനെ ചീത്തറിയായിരിക്കോ കുട്ടിക്ക് പേരെന്നെന്താ? പരുഷക്കാരെന്ന പേര്. പരുഷ സ്വഭാവേ ആ കുട്ടിക്ക് ആ പേരിട്ടാല് പേരിടുമ്പോ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പേരിടുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന്. ആ പേരിന്റെ ഗുണം കാണിക്കുമെന്നാണ്. ആ കാണിക്കും. എന്തെങ്കിലും ഒരു പ്രത്യേകത അതിലുണ്ടാവും, പ്രത്യേകിച്ചുണ്ടാവും. അപ്പൊ അതില് ഏത് പേര് വെക്കുമ്പോഴും അവരുള്ള ഗുണങ്ങളും സ്വഭാവങ്ങളൊക്കെ അസ്ഹാബുൽ ബദറിന്റെ പേര് വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ആ പേരിന്റെ അർത്ഥം നോക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ ഒന്നാമത്തെ കാവൽക്കാരാണ്. അപ്പൊ എന്റെ കുട്ടി ദീനിന്റെ കാവൽക്കാരനാവണം. ഓരോ ടച്ച് ഈ കുട്ടിക്ക് ഉണ്ടാവണം എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇതിനപ്പുറം ചിന്തിക്കണ്ട. അർത്ഥമൊക്കെ ചിന്തിച്ച പ്രശ്നം വരും. എന്നാലും അവരുടെ ആ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായി മാറും എന്നാണ് കേട്ടോ. പിന്നെ അപ്പൊ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു പേരിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു നല്ലത്.
ഷാഫിഈ. അപ്പോ വാപ്പ, വല്യാപ്പ, അതിന്റെ വല്യാപ്പ, അതിന്റെ വല്യാപ്പയാണ് ഷാഫിഈ എന്ന് പറയുന്നവർ. അവർ താബിയാണ്. അസ്സായിബ്ന് അബ്ദി യസീദ് ബിന് ബിൻ ഹാഷിം ബിൻ മുത്തലിബ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സയ്യിദാണെന്ന് അർത്ഥം. മനസ്സിലാണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ത്രാന്തപ്പാപ്പ അബ്ദുൽ മുത്തലിബ്, പിന്നെ മറന്ന അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ്, അവരുടെ ഹാഷിം, അവരുടെ മകൻ യസീദ്, അവരുടെ മകൻ അബ്ദ്, അവരുടെ മകൻ സായിബ് ഉബൈദ്, അവരുടെ മകൻ സായിബ്, അവരുടെ മകനാണ് ഷാഫി. ഈ ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം അവർ കുറച്ച് ആളുകളുടെ ഇടയിൽ പ്രസിദ്ധനായിരുന്നു. അതാണ് ഇനി പറഞ്ഞത് കേട്ടോ. ഇമാമിനെ അവരിലേക്കാണ് ചേർത്ത് പറയുന്നത്. ഷാഫി ഇമാം, ഷാഫി ഇമാം എന്നാണ് പറയുന്നത്. എന്താ കാരണം? ഈ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും അവരുടെ സായിബും കൂടെയാണ് മുസ്ലിമായത് എന്ന് യൗമ ബദ്രിൻ, ബദർ ദിവസത്തിന്റെ അന്നാണ് അവർ മുസ്ലിമായിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് എന്തുണ്ട്, വലിയ അറിയപ്പെട്ട ആളുകൾ. അപ്പൊ ആ പേരിലേക്ക് ചേർത്തിട്ട് പറയാണ്. ഉലിദ ഇമാമുന, നമ്മുടെ ഇമാം റളിയല്ലാഹു അൻഹു ജനിച്ചത് സനത 50 വ 100. എത്ര? ഹിജ്റ 150 ജനിച്ചത്. ഹിജ്റ 150 ജനിച്ചു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം തന്നെയാണ്. ഇനി എന്നാ വഫാത്തായത്? ഇനി വലിയ ആളുകളൊക്കെയാണ് തൂഫിയ, വഫാത്തായി എന്നാണ് പറയാം. സംഗതി ഇപ്പൊ അർത്ഥപ്രകാരം എങ്ങനെയാണല്ലോ നമ്മളതൊക്കെ പ്രയോഗിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട. മരിച്ചു എന്നൊക്കെ പറയുമ്പോഴേ ചരമം ആന മരിച്ച എന്താ പറയല് ഷഫീഖ? ചെരിഞ്ഞു എന്നാണ് പറയല്. ആന ചെരിഞ്ഞു നെയ് മരിച്ചു പറയല്ലോ, ചത്തു എന്ന് പറയുള്ളൂ. കോഴി ചത്താലോ പക്ഷികൾ ചത്തു വീണു എന്ന് പറയും. അപ്പൊ പ്രയോഗങ്ങളുണ്ട്. വലിയ വലിയ ആളുകൾക്കൊക്കെ വഫാത്ത് എന്നാണ് പറയല്, അവരുടെ വഫാത്ത് ദിനം എന്നാണ് പറയാറുള്ളത്. അതാ തൂഫിയ. വഫാത്തിന്റെ ദിനം എഴുതാൻ കുറച്ചായതുകൊണ്ടാണ്. ചരമദിനം എഴുതിനു പകരം മരണ ദിവസം എഴുതിനു പകരം. അത് ശരിയാണ്, അതായത് കടെടുത്തതാണ്. പിന്നെ വെള്ളിയാഴ്ചയാണ് അവര് വഫാത്തായത്. സലഹ പിന്നെന്ത് ചെയ്താ മുസ്ലിം എല്ലായിട്ടും വായിച്ച 204 അപ്പൊ ഒരു റജബ് മാസത്തില് വെള്ളിയാഴ്ചയാണ് അവര് വഫാത്തായത്. ഹിജ്റ 204. എത്ര വർഷം ജീവിച്ചിട്ടുണ്ടാവും? 50. നമുക്കൊക്കെ ഇപ്പൊ ആ സമയമായി. ഞാൻ ആ സമയമായി അറിയാം. ഏകദേശം 54 വർഷം ജീവിച്ചിട്ടുള്ളൂ എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞത്. ആലിമു ഖുറൈശി യംലഉ തിബാഖൽ അർളി ഇൽമാ, ലോകം നിറക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ വരാനുണ്ട്. ചരിത്രമൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. എത്ര ചെറുപ്പത്തിലാണ് അല്ലേ? 7 വയസ്സായപ്പോഴേക്ക് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കി എന്നാണ്. ഭയങ്കര ഗ്രാഹ്യ കഴിവായിരുന്നു എന്നാണ്. അങ്ങനെയാണ്. ഒരു രാത്രി കൊണ്ടാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, തൻ്റെ ഉസ്താദാണ്, മദീന ഷരീഫിലെ മുദരിസാണ് അവരുടെ മുഅത്ത എന്ന് പറയുന്ന പ്രഗത്ഭമായ ഹദീസ് ഗ്രന്ഥം കാണാൻ പഠിച്ചത്. പഠിക്കന്നെ അങ്ങട്ട് താലിമീങ്ങളൊക്കെ പ്രത്യേകിച്ച് എന്താണ് ഒരു പിന്നെ റോൾ മോഡൽ ആക്കേണ്ടതാണ്. പഠിക്കാനായിട്ട് ഒരുങ്ങിയാൽ പിന്നെ പഠിക്കന്നെയാണ്. ഇപ്പൊ നെറ്റും പറ്റും കിറ്റൊക്കെ ഉണ്ട്, ഒക്കെ എടുക്കണേ, ഒന്നിന്നും മാറിക്കാൻ പാടില്ല. ഞാൻ കുട്ടിയോട് എന്താ പറയുക, എല്ലാം എടുക്കണം. നമുക്ക് എന്തൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് അതൊക്കെ എടുക്കന്നെ. അല്ലാതെ എന്താവില്ല, ഞാനിപ്പോ TTC എടുത്തുക്കണം, ഇപ്പൊ തൽക്കാലം പൈമാട് പോയാൽ മതി എന്നല്ല. സിസ് കുറച്ച് കഴിഞ്ഞാൽ B.Ed എടുക്കാം, B.Ed എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഡോക്ടറേറ്റ് എടുക്കണം. ഡോക്ടറേറ്റ് എടുത്താൽ പിന്നീട് നെറ്റോ എന്താ എഴുതാൻ കിട്ടുന്നത് അതൊക്കെ എഴുതണം.
ഇന്നിപ്പോ എന്തൊക്കെ സംവിധാനം ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കായിട്ടാണേ. അപ്പൊ അടുത്തൊരു കുട്ടനെ കണ്ടു. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്താണ്, പിന്നെ പി ജി കഴിഞ്ഞപ്പോ എന്താണ്, നെറ്റ് എടുക്കാൻ വേണ്ടി അതിന് ഇത് കിട്ടും, സ്കോളർഷിപ്പ് കിട്ടാൻ ഒരു പരീക്ഷ വേറെ ഇതുണ്ട്, അതേ ഇതാണ് ഇപ്പൊ പറഞ്ഞു. അത് കിട്ടിയെന്നാ ഓല ഏറ്റെടുത്ത് നമ്മളെ പഠിപ്പിച്ചോളൂന്ന്. നമ്മളിങ്ങനെ ഉറങ്ങിക്കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ഓരോരുത്തരും കയ്യിലാക്കണേ. ആയിക്കോട്ടെ, ഓരോരുത്തോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. നമ്മൾ തയ്യാറാവാൻ നമുക്ക് കിട്ടും. പിന്നെ നമ്മളെ മക്കളൊക്കെ ഉയരങ്ങളിൽ എത്തട്ടെ കേട്ടോ. അപ്പൊ 54 വയസ്സ് നബി റളിയല്ലാഹു വയസ്സ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ല നിങ്ങൾക്ക്? ഒരുപാട് കാലം ജീവിച്ചിട്ടൊന്നുമല്ല, ജീവിച്ച കാലം മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്.